ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ചെറിയൊരു ഡേ വ്ളോഗും അതേപോലെ തന്നെ ഇതിൽ തമ്മൂന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഈ തമ്മൂൻ്റെ സാധനം കിട്ടിയിട്ടുള്ളത് ഞാൻ ഡേ വ്ളോഗ് എടുക്കുന്ന അന്നൊന്നുമല്ല. ഇതിപ്പോൾ വീഡിയോ എടുത്തിട്ട് തന്നെ ഒരാഴ്ചയായി. പിന്നെ അതങ്ങനെ വെച്ചിട്ട് ഇരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു സാധനം കൂടി കിട്ടിയാൽ വീഡിയോയിൽ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ തമ്മൂന്ന് വെച്ചിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ഗ്ലിറ്ററാണ്. ഇത് നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എഡിബിൾ ഗ്ലിറ്ററാണ്. പിന്നെ ഈ കാണുന്നുള്ളത് ചോക്ലേറ്റ് മോൾഡാണ്. ഇതിപ്പോൾ കേക്കിനോ അല്ലെങ്കിൽ ബ്രൗണി അതിനെല്ലാം ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചോക്ലേറ്റ് ആക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. 12 പീസസ് നമുക്കൊരു ടൈം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഈ രണ്ടാമത് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഫോം ബ്ലോക്കാണ്. ഇതിപ്പം ചോക്ലേറ്റ് ബൊക്കറ്റ്സ് ഉണ്ടാക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. കേക്കും അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം സെയിൽ ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് ഇപ്പം എനിക്ക് ഓർഡേഴ്സ് വരുമ്പോൾ ഇങ്ങനെ ബൊക്കറ്റ്സിൻ്റെയും ഹാമ്പേഴ്സിൻ്റെ എല്ലാം ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ പേജ് ഇതിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. സൗദിയിൽ ദമാമിലെല്ലാം ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ സർപ്രൈസ് കൊടുക്കണം, അതേപോലെ തന്നെ ഗിഫ്റ്റ് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബൊക്കറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഷീറ്റാണ് ആ സൈഡിൽ കാണുന്ന 2 എണ്ണം. പിന്നെ എടുത്തിട്ടുള്ളത് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടോപ്പേഴ്സാണ്. ഇതിപ്പം എനിക്ക് പണി കിട്ടിയ പോലെ ഉണ്ട്. ഇതിൽ ബർത്ത്ഡേൻ്റെ ബീക്ക് പകരം എച്ച് പോലെയാണ് ഉള്ളത്. പിന്നെ ഇതിപ്പം ഒപ്പിച്ചിട്ട് വല്ല ഹാമ്പറിൻ്റെ സ്റ്റിക്കറായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ചിട്ട് സെറ്റ് ചെയ്യണം, അല്ലാണ്ട് ഇതിപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല ഇതിപ്പോൾ റിട്ടേൺ ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ തമ്മൂന്ന് പർച്ചേസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് റിട്ടേൺ ഓപ്ഷനൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ റിട്ടേൺ ആക്കേണ്ടല്ല, അങ്ങനെ തന്നെ വെക്കാം, നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നുള്ള രീതിയിൽ അത് സൈഡിൽ വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹുക്ക് ഉണ്ടല്ലോ, ഹുക്ക് എന്ന് ഞാൻ പറയാം, ഈ ഒരു ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കറും അതിനുള്ള ഹുക്കും അങ്ങനെയുള്ളത്. ഇത് അടിപൊളിയാട്ടോ. ഇത് 10 പീസ് വരുന്നതിന് 10 റിയാലോ അല്ല 8 റിയാലോ അങ്ങനെ എത്രയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്ത് അടിപൊളിയാണ്. പിന്നെ ഇത് പണി കിട്ടിയ വേറൊരു സാധനമായിരുന്നു. ഞാൻ കിച്ചണിലേക്ക് വോൾ സ്റ്റിക്കറായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ വോൾ സ്റ്റിക്കറാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കെന്നെ അറിയില്ല. സത്യം പറഞ്ഞാൽ നെട്ടിപ്പോയിട്ടുണ്ടായി. ഞാൻ ആ സാധനം അതിന് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ടുണ്ടായിട്ടുണ്ടായത്. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ റിവ്യൂസൊക്കെ നോക്കി എല്ലാം പക്കയാന്ന് കണ്ടിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അതിലിപ്പം സൈസൊന്നും ഉണ്ടായിട്ടില്ല. സൈസ് ഉണ്ടെങ്കിലല്ല നമുക്ക് എന്നാലും മനസ്സിലാവുക. സൈസില്ല, ആകെ റിവ്യൂസ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ത് പറയാനാ, റിവ്യൂസ് നോക്കിയിട്ടും കാര്യമില്ലെന്ന് ഇപ്പം ഇത് നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടായത്. പിന്നെ ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഒരു താങ്ക് യു എന്നുള്ള ഒരു സ്റ്റിക്കേഴ്സാണ്. നമുക്കിപ്പം കേക്കിൽ അങ്ങനെയെല്ലാം ബോക്സിലെല്ലാം ഒരിതുപോലെ കൊടുക്കാന്നുള്ള രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാന്നുള്ള രീതിയിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്കിപ്പോൾ ഇതിൽ വാങ്ങിച്ചതിൽ ആകെ കൂടി ഒന്ന് എന്താ പറയുക ഭയങ്കര ഒരു സങ്കടമായിട്ടുണ്ടായത് ഈ ഒരു സാധനത്തുമ്മലാണ്. ഇതിനാകെ 10 റിയാലേ വരുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ എന്താ ഞാൻ ചെയ്യാന്നുള്ള കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻസ് മുതലുള്ള കാര്യങ്ങളാണ്. ഇതിപ്പം ഞാൻ ആ ഒരു ഡേ അല്ല കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്, വേറൊരു ദിവസമാണ്. അപ്പോൾ കിച്ചണിൽ എല്ലാ പണിയും, റൂമിലെ ക്ലീനിങ്ങും പിന്നെ ബാക്കിയുള്ള എല്ലാ പണികളും തീർത്തിട്ടാണ് കിച്ചണിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ സമാധാനത്തിൽ അങ്ങ് കുക്ക് ചെയ്യാമല്ലോ. ഇതിപ്പം ഞാൻ ശനിയാഴ്ച എടുത്തിട്ടുള്ളതാണ്. ശനിയാഴ്ച ഞാൻ കാര്യമായിട്ട് ലഞ്ച് ഉണ്ടാക്കും. എപ്പോഴും ഉണ്ടാക്കും, പക്ഷേ ശനിയാഴ്ച ഒരു സ്പെഷ്യലാണ്. ഫൈസൽക്ക ചോറ് വയ്ക്കാൻ വരുത്തുണ്ട്. ഉച്ചക്കൊന്നും അല്ല, ലേറ്റ് ആവും, വൈകുന്നേരം ആവും വരാൻ. എന്നാലും ഒന്നിച്ച് തിന്നാലോ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കില്ലാന്ന്. അപ്പം കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും. ആദ്യം തന്നെ ചോറാ വെക്കുന്നുള്ളത്. ഇത് പൊന്നി റൈസാണ്. പക്ഷേ പൊന്നി തന്നെ കുറേ ടൈപ്പ് ഉണ്ടെന്ന് തോന്നിട്ടാ. എനിക്കിപ്പോൾ ഇത് വാങ്ങിച്ചു തരാൻ മനസ്സിലായിട്ടുണ്ടായത്. ഇത് ഭയങ്കര ചെറുതും അതേപോലെ തന്നെ നോർമലി വാങ്ങിക്കുന്ന പൊന്നി റൈസിനെക്കാട്ടിൽ പെട്ടെന്ന് വേവും. നമ്മൾ ജസ്റ്റ് കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ പോയി, അങ്ങനെയുള്ള ഒരു റൈസാണ്. അപ്പോൾ ചോറ് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പരിപ്പ് കറിയാണ്. അപ്പോൾ പരിപ്പ് കറി സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയൊന്നും അരച്ച് വയ്ക്കാണ്ട് സിമ്പിളായിട്ടുള്ളതാണ്. പിന്നെ പറയാൻ ഈ ഒരു പരിപ്പ് കറി എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ്
കറി വെച്ചിട്ടുള്ളത് ചിക്കൻ കറിയാണ് ഫ്ലോപ്പായത്. പക്ഷേ നന്നായിട്ട് വന്ന കറി എന്ന് പറയുന്നുള്ളത് പരിപ്പ് കറിയാണ്. അതും ഫൈസൽക്ക് ഈ ഒരു റെസിപ്പി എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായത് കുക്കിങ്ങിൽ. ഫസ്റ്റ് എനിക്ക് കുക്കിങ്ങിൻ്റെ ഒന്നും അറിയാത്ത ടൈം ഇട്ടാ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഫൈസൽ ഖാൻ്റെ അല്ല, അത് വേറത്. ഇത് വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കുന്ന കണ്ടിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇതിപ്പം പരിപ്പും അതേപോലെ തന്നെ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പേരിന് മുളക് പൊടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് വേവിക്കാൻ വെക്കലാണ്. പിന്നെ അത് വെന്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള അതിൻ്റെ കാര്യം. അപ്പോൾ ചോറും കറിയും അവിടെ സെറ്റാകുന്ന ടൈമും കൊണ്ട് വറവിനുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്നിപ്പം വറുക്കാൻ വേണ്ടിക്ക് എടുക്കുന്നുള്ളത് ചീരയാണ്. ചീര നോക്കുമ്പോൾ ആകെ ഒറ്റക്കട്ടേ ഉള്ളൂ. ഇതിപ്പം വറുത്ത് വരുമ്പോൾ ആണെങ്കിൽ സൈസ് കുറയുമല്ലോ. അപ്പോൾ പിന്നെ ഒന്ന് വൃത്തിക്ക് തിന്നാനുള്ള ക്വാണ്ടിറ്റി എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ഇതിലോട്ടേക്ക് ഇപ്പം ആഡ് ചെയ്യാൻ നോക്കുമ്പോഴേക്ക് ക്യാരറ്റ് ഉണ്ട്. അപ്പോൾ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്യാരറ്റും ചീരയും എടുത്തിട്ടുണ്ട്. ചീര ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷെ നല്ല ഫ്രഷ് ആയിരുന്നു. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ചൊരു 2-3 ആഴ്ച വരെ വെച്ച് കഴിഞ്ഞാൽ വരെ കേട് ഒന്നും ആവില്ല കേട്ടോ. എത്ര വെച്ച് കഴിഞ്ഞാലും ആ ഒരു ഫ്രഷ്നെസ്സും ഉണ്ടാവും, കേടും വരില്ല. നല്ലത്. ഇതിപ്പം ഞാൻ വാങ്ങിച്ചിട്ട് 2 ആഴ്ചക്ക് മേലായി, പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതാണ് ഞാൻ പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇതാ ചീര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റാണ്. ക്യാരറ്റ് ഗ്രേറ്റ് ഈ ഒരു വലിയ ഹോളിലെത്തിയിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ അതും കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കലാണ്. ഇതാ വറവിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കില്ല. ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ളത്. അതേപോലെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും. പച്ചമുളക് എരിവ് കൂടുതലാണ്, ഇവിടെ ആയിരിക്കും എരിവ് അത്ര വേണ്ട. അപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കലാന്ന്. ഇതാ വറവുണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ചൂടായ നേരം ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി അതെല്ലാം ഉണ്ടല്ലോ, അതിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കലാന്ന്. ഇതാ വറവിലോട്ടേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പും ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും അതേപോലെ തന്നെ ചീരയും ഇത് രണ്ടും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കലാണ്. കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് കുറച്ചധികമായിപ്പോയി, പക്ഷേ കുഴപ്പമില്ല, എന്തായാലും കഴിക്കുമല്ലോ. അങ്ങനെ പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് തന്നെ. അങ്ങനെ ഇതാ പരിപ്പെല്ലാം വന്ന് ബാക്കിയുള്ള പച്ചക്കറിയെല്ലാം വന്നിട്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് വറവിട്ടെടുക്കില്ല. അതിന് വേണ്ടിക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ലത്. എന്നിട്ട് കടുകും കറിവേപ്പിലിട്ട് ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക. പിന്നെ അതൊന്ന് ഇതായി കഴിഞ്ഞാൽ കറിയിലേക്ക് ഒഴിക്കുക. അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപ്പ് കറിയാണ് ഇന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കിപ്പം ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ മീൻ കഴുകാൻ എടുക്കുമ്പോൾ തന്നെ അതെന്തോ പോലെയാണ് ഉണ്ടായിട്ടുണ്ടായത്. നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഫ്രഷ് ആണെന്നല്ലോ എപ്പോഴും വിചാരിക്കുക. പക്ഷെ ഇന്ന് കിട്ടിയപ്പം അത്ര വലിയ ഉണ്ടായിട്ടില്ല. ഫുള്ളിങ്ങനെ എന്താ പറയുക, എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അങ്ങനെ പിന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മസാലയാണ്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ സിർക്കയും അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. മീനെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കലാണ്. ഒരുപാട് ടൈമൊന്നും വെക്കുന്നില്ല, ഒരു 5-10 മിനിറ്റ്. ഇതിൻ്റെ ഇടയിൽ പച്ചടി ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു ടൈം മാത്രമേ മീൻ വെക്കുന്നുള്ളൂ. ഇതാ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലൂടേക്ക് ഒരു സ്പൂണോളം തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കില്ലാന്ന്. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കും. ഇനി അവിടെ നിന്ന് അങ്ങ് കുക്കായിക്കോളും.
ഇതാ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പച്ചടിയാണ്. ഈ ഒരു റെസിപ്പി എനിക്ക് മുമ്പ് അറിയില്ല കേട്ടോ. ഇവിടെ ഫൈസൽ ഖാൻ്റെ ഉമ്മ വന്നിട്ട് നിന്നിട്ടുണ്ടാകാനല്ല, അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഈ ഒരു റെസിപ്പി. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലൂടെയൊക്കെ 3 സ്പൂണോളം വലിയ 3 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കടുക്, അതേപോലെ തന്നെ ചെറിയ ജീരകം, അതും ഒരു പച്ചമുളകും പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പില, അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് കക്കിരിയാണ്. ഇത് 3 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റിക്ക് ഇത് കറക്റ്റാണ്. ഇനി ഇതാ മീനൊന്ന് പൊരിച്ചെടുക്കലാണ്. അതിന് വേണ്ടിക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നേരം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് പിന്നെ മീനിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. ഇനിതാ ബാക്കിയുള്ള കക്കിരിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. ഇനിതാ ഈ കക്കിരിൻ്റെ കൂട്ടിലോട്ടേക്ക് നമ്മൾ നേരത്തെ അരക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു അരപ്പ്, അതൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാണ്. ഇതിലോട്ടേക്ക് കടുകും കറിവേപ്പിലും ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഓർമ്മ വന്നേ ഉപ്പിട്ടിട്ടില്ലാന്ന്. അപ്പോൾ പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കലാണ്. അങ്ങനെ ഇതാ ഒരുവിധം ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി മീൻ മാത്രമേ പൊരിക്കാനുള്ളൂ, ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെയും ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വെറുതെ ഇരിക്കണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ പാൻ വെച്ചിട്ട് ആദ്യം തന്നെ ചെമ്മീനൊന്ന് ചൂടാക്കിയെടുക്കില്ല, പിന്നെ ചമ്മന്തി ഉണ്ടാക്കും. ഇത് നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു ചമ്മന്തി. ഇതിലിപ്പം പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ടേ, പക്ഷെ അത് എൻ്റെ കയ്യിലില്ല. എന്നിട്ട് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിട്ട് കൊടുത്തിട്ടും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഇനിതാ ഫുഡെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി കിച്ചണും അതേപോലെ തന്നെ ഗ്യാസെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിടല. പിന്നെ പയ്യെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇതിന് നിൽക്കണ്ടല്ലോ, വേഗം പാത്രം കഴുകിച്ച് ബാക്കിയുള്ളത് നോക്കാമല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മക്കൾക്കുള്ള ഫുഡും കൂടി കൊടുത്തിട്ടാണ് ഞാൻ ബാക്കിയുള്ള പണി നോക്കിയിട്ടുള്ളത്. ഇന്നാണ് അയൺ ചെയ്യുന്ന ദിവസം. ഞാൻ എല്ലാ ദിവസവും ശനിയാഴ്ചയാണ് അയൺ ചെയ്ത് വെക്കല്. ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് ഒന്നിച്ചിട്ട് അയൺ ചെയ്ത് വെക്കും. അങ്ങനെ ആകുമ്പോൾ പിന്നെ ചിന്തിക്കണ്ടല്ലോ, എല്ലാം ഇങ്ങനെ സെറ്റായി തന്നെ അവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ച നോക്കിയാൽ മതിയല്ലോ. അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ അയൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഫോണിൽ എന്തെങ്കിലും വീഡിയോസാ അങ്ങനെ എന്തെങ്കിലും വെക്കലുണ്ട്. അപ്പോൾ ഇന്നിപ്പം കാണുന്നുള്ളത് SKJ ടോക്സിൻ്റെ ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല, ഒരു 10 മിനിറ്റോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. നല്ല കണ്ടൻറ്റ് അവർ ഷെയർ ചെയ്യൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ചാനൽ. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വീഡിയോസ് ഉണ്ടാവൂ. അപ്പോൾ ആദ്യം ഞാൻ വെള്ളിയാഴ്ച തന്നെ അവരിടുന്ന ടൈമുണ്ട് നോക്കിച്ചിരുന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ടൈമൊന്നും കിട്ടില്ല. കിട്ടുന്ന ടൈം വെള്ളിയാഴ്ച ഇവിടെ നിന്ന് ഇപ്പം കാണാനൊന്നും അങ്ങനെ പറ്റില്ല. അപ്പോൾ ശനിയാഴ്ചയാണ് അധികം കാണൽ. അങ്ങനെ ഓരോ വീഡിയോസെല്ലാം കണ്ട് അയൺ ചെയ്തിട്ടെല്ലാം പകുതി എത്തുമ്പോഴാണ് ഫൈസൽക്ക് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഇതാ ഓരോ കയ്യിലൊരു പാർസലുണ്ട്. തലേന്ന് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു, പിറ്റേന്നാണ് അടുത്ത് വന്നിട്ടുള്ളത്. നൂളൊന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഒരു റിംഗ് ലൈറ്റും പിന്നെ ഈ കാണുന്നുള്ളത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഇതാ ഫുഡെല്ലാം ഒന്ന് സെർവ് ചെയ്തിട്ട് നമ്മൾ കഴിക്കില്ല. ഇതിപ്പം 4 മണിയായിട്ടുണ്ടായിനി ഇന്ന് വരുമ്പം. അതുകൊണ്ട് ഉണ്ടാക്കിയ ഫുഡെല്ലാം തണിഞ്ഞിട്ടുണ്ടായിനി, ചൂട് പോയിട്ടുണ്ടായിനി. അപ്പോൾ പരിപ്പറി മാത്രം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, ബാക്കിയൊന്നും കുഴപ്പമില്ല. അങ്ങനെ തന്നെ കൂട്ടാന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ വന്ന പാർസൽ കാണിച്ചു തരാം. ഇത് എൻ്റെ മോന് ഫസ്റ്റ് തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു വെയിങ് മെഷീനാണ്. ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ല ബേക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെയിലുണ്ടെന്ന്. അപ്പോൾ അതിന് അത്യാവശ്യമാണ് ഈ ഒരു വെയിങ് മെഷീന്. അപ്പോൾ ഒരു വെയിങ് മെഷീനും അതിൻ്റെ ഒന്നിച്ചിട്ട് ബാറ്ററിയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്നൊന്നും അറിയില്ല. റിവ്യൂസ് എല്ലാം നോക്കിയപ്പോൾ നല്ല തന്നെയാണ് കണ്ടിട്ടുണ്ടായത്. ഓഫർ റേറ്റിന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നാണ് നോക്കുന്നത്.
അങ്ങനെ ഇതാ ബാറ്ററിയിലിട്ടിട്ട് ഓണാക്കിയ പാട് മുമ്പിൽ തന്നെ ഉണ്ടായത് റിമോട്ടാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ആയിരുന്നു ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായത്. ഇത് നോക്കുന്ന കണ്ടിട്ട് മോൻ പറയല്ല അതിൻ്റെ ജോയ്സ്റ്റിക്കിൻ്റെ വെയിറ്റ് നോക്കുന്ന പറഞ്ഞിട്ട് ഓന് ജോയ്സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൻ്റെ മേലിൽ വെക്കല. പിന്നെ മൂപ്പർ ഓൻ്റെ ബാക്കിയുള്ള എല്ലാ സാധനം എടുത്ത് ഓനിക്ക് വെയിറ്റ് നോക്കേണ്ടതെല്ലാം നോക്കി കളിക്കലാണെന്നുണ്ടായത്. പിന്നെ അതിന് ശേഷം ചെയ്യാനുള്ളതാണ് മോൻ്റെ ടൈം ടേബിളൊന്ന് വോളിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഡബിൾ ടാപ്പ് സ്റ്റിക്കറെല്ലാം 4 സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് മുമ്പ് ഇവർക്ക് വേറെ ടൈം ടേബിളായിരുന്നു, അതിൻ്റെ ഒട്ടിച്ചിട്ടുള്ള ഡബിൾ ടാപ്പാണ് ആടെ മതിലിനുള്ളത്. അപ്പോൾ അത് പോകുന്നില്ല. അപ്പോൾ അതിൽ തന്നെ കവർ ചെയ്തിട്ടാണ് ഇപ്പോഴത്തേത് വെച്ച് കൊടുക്കുന്നുള്ളത്. പിന്നെ ഈ ഒരു ടൈം ഉമ്മാമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ ഉമ്മാമ്മനോടെല്ലാം സംസാരിച്ചുകൊണ്ടും മോൻ ഓരോ കഥയെല്ലാം വന്ന് എൻ്റെ പണി സൈഡിൽ നിന്നെല്ലാം അങ്ങനെ എടുക്കലാണ്. ഇനിതാ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിക്ക് കിച്ചണിൽ കയറിയിട്ടുള്ളതാണ്. കുറേ ദിവസമായി എമിനു കപ്പ് കേക്കിന് വേണ്ടിക്ക് പറയുന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ് കേക്ക്. പക്ഷെ പുറത്തുനിന്ന് നമ്മൾ പാക്കറ്റ് വാങ്ങിച്ചു കൊടുത്തതിനാൽ ഓൻ തിന്നൂല. ഓനിക്കത് എന്താണെന്ന് അറിയില്ല, അത്ര ഇഷ്ടമല്ല. റൂമിലുണ്ടാക്കുന്നതാണ് ഓനിക്കിഷ്ടം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 3 മുട്ടക്കുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 10 പീസ് 12 പീസ് അത്ര ഉണ്ടാവും ഈ ഒരു 3 എണ്ണത്തിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇതാ ഞാൻ ഈ ഒരു ബാറ്ററിലോട്ടേക്ക് ഒരു കുറച്ചെന്ന് പറയാം കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മക്കൾ പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളതാണ്. അപ്പം ലിക്വിഡ് കളറാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ആഡ് ചെയ്താലൊന്നും കളർ കാണില്ല. അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള എവിടെയോ എന്തെല്ലോ ഒരു ചെറിയൊരു ചേഞ്ച് അത്രയേ ഉള്ളൂ. ഇനി ഇതാ കപ്പ് കേക്ക് മോൾഡിലേക്ക് അതിൻ്റെ ട്രേ ഉണ്ടല്ലോ അതിലേക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡ് വെച്ച് കൊടുത്തിട്ട് ബാറ്ററിയിലും ഒഴിച്ചു കൊടുക്കലാണ്. ഓവൻ ഞാൻ ഒരു 180ൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 180 തന്നെ 20 മിനിറ്റോളം വെച്ചാൽ മതി, കുക്കായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിതിലിപ്പം മെഷർമെൻറ്റ് ചെല്ലുന്നുണ്ടെന്ന് നോക്കിയിട്ടില്ല, അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കറക്റ്റായിട്ട് വരുമോ എന്നുള്ളത്. പക്ഷെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനും മക്കളും തന്നെ ഒരു ഇരിപ്പിൽ തന്നെ തിന്നിരിക്കും. നമുക്കെല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് തിന്നാൻ. ഇനി ഇതാ ബാക്കി വന്ന് കുറച്ച് ബാറ്റർ ഉണ്ടായിന്, അതിലോട്ടേക്ക് ചോക്കോ ചിപ്സും ആഡ് ചെയ്തിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ കിച്ചണിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മോൻ്റെ ബുക്കെല്ലാം എടുത്തു വെക്കില്ല. പിറ്റേന്ന് എനിക്ക് ക്ലാസ് ഉണ്ട് ഞായറാഴ്ച. മോൻ്റെ ടൈം ടേബിൾ എടുത്തു വെക്കുന്ന ടൈം ഞാൻ ഗ്രൂപ്പും കൂടി അവരെ ചെക്ക് ചെയ്യും. മോൻ്റെ ഗ്രൂപ്പുണ്ട് ക്ലാസ്സിൻ്റെ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിൽ ഇടയ്ക്ക് എക്സ്ട്രാ ബുക്ക് കൊണ്ടുപോകണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ഇടയ്ക്ക് ഞാനിങ്ങനെ നോക്കാണ്ട് ബുക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ പെടലുണ്ട്. എക്സ്ട്രാ എന്തെങ്കിലും നോട്ടെല്ലാം ടൈം തിരിച്ചു എനിക്ക് വീട്ടിൽ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയുന്നുള്ളത് ഇടങ്ങേറ് പോലെയാണ് മോനിക്ക്. ആ ഒരു ടൈം ക്ലാസ്സിൽ നിന്ന് ചിലപ്പോൾ വെറുതെ ഇരിക്കലോ വേറെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യുക. പിന്നെ വീട്ടിൽ വന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തെല്ലോ. അപ്പോൾ പിന്നെ മാക്സിമം അത് ഒഴിവാക്കാൻ വേണ്ടിക്ക് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ടൈം ടേബിളിൽ എടുത്ത് വെക്കൽ. അതിന് ബുക്കെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം മോനിക്ക് പിറ്റേന്നേക്ക് ചെറിയൊരു വർക്ക് ഉണ്ടായിനി. അതിന് ഓനൊന്ന് ഹെൽപ്പ് ചെയ്യല, കട്ട് ചെയ്തിട്ടും സ്റ്റിക്ക് ചെയ്യാനെല്ലാം. അങ്ങനെ ഇതാ ഈ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായത് എൻ്റെ ഡേ. ഇതിൽ ഞാൻ ഫുള്ളൊന്നും കാണിച്ചിട്ടൊന്നുമില്ല, കാണിക്കണമെന്ന് തോന്നിയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഇപ്പം ഞാൻ 2 ആഴ്ചക്ക് മേലായി വീഡിയോസ് ഇട്ടിട്ട്. ഒരു ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ ഇടാമെന്ന് പറയുന്നുള്ളത് ഭയങ്കര മടിയാണ്. ആ ഒരു മടി പിടിച്ചിട്ടാണ് ഉണ്ടായത്. വീഡിയോ എടുത്തിട്ട് തന്നെ ഇപ്പം ഒരാഴ്ചക്ക് മേലായി. പിന്നെ വോയിസ് ഓവർ കൊടുക്കേണ്ട മടിയാണ് ഇത്രയും എത്തിച്ചിട്ടുള്ളത്. ഇനിയിപ്പം വീഡിയോസ് ഇടാനും തോന്നില്ല. പിന്നെ ആണെങ്കിൽ ചാനലിൽ കൊണ്ട്
കൊണ്ട് കളയാനും തോന്നില്ല. ആ ഒരു 2 മൂഡിലുള്ളത്. അപ്പോൾ പിന്നെ എടുത്തല്ലേ ഇടുക. പിന്നെ നിങ്ങൾ റെസ്പോൺസ് എല്ലാം നോക്കിയിട്ട് ബാക്കിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.